നമസ്കാരം. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ 126 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയ സംഭവത്തിലും ഇതിന്മേൽ അടയ്ക്കേണ്ട 12 കോടി രൂപയുടെ GST വെട്ടിപ്പിലും റിപ്പോർട്ടർ ചാനലിനും മാനേജ്മെന്റിനുമെതിരെ നിയമ നടപടികൾ കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ. ഫെമ നിയമലംഘനവും കള്ളപ്പണ ഇടപാടും മുൻനിർത്തി വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തണമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ. പലവിധ ആരോപണങ്ങളിൽ കുടുങ്ങിയ റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റിനെതിരെയുള്ള ആദ്യത്തെ വലിയ സാമ്പത്തിക കുരുക്കായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് പ്രചരണം നടത്തിയാണ് റിപ്പോർട്ടർ ചാനൽ അക്കൗണ്ട് വഴി 126 കോടി രൂപ വിദേശത്തേക്ക് മാറ്റിയത്. അമേരിക്കയിലെ ടൂർ പ്രോ എൻറ്റർ LLC എന്ന സ്വകാര്യ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ തുക കൈമാറിയത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ഏജന്റാണ് ഈ കമ്പനിയെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും ഈ കമ്പനിക്കെതിരെ വിദേശത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിദേശത്തേക്ക് തുക വകമാറ്റിയെങ്കിലും മെസ്സി കേരളത്തിൽ എത്തിയില്ലെന്നു മാത്രമല്ല, പിന്നീട് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഹൈദരാബാദിലും കൽക്കട്ടയിലുമാണ് താരമെത്തിയത്. പണം കൈമാറിയിട്ടും മെസ്സി എത്താത്ത സാഹചര്യത്തിൽ കൈമാറിയ 126 കോടി രൂപ തിരികെ ലഭിക്കാനായി റിപ്പോർട്ടർ ചാനൽ യാതൊരു നിയമ നടപടിയോ അപേക്ഷയോ നൽകിയിട്ടുമില്ല. വിദേശത്തേക്ക് നിയമവിരുദ്ധമായി പണം കടത്തിയതിനും ഫെമ നിയമം ലംഘിച്ചതിനും വ്യക്തമായ തെളിവുകളുള്ളതിനാൽ കേസ് ED അന്വേഷിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. വിദേശത്തേക്ക് നൽകിയ 126 കോടി രൂപയുടെ സേവന നികുതിയായി 12 കോടി രൂപ ചാനൽ മാനേജ്മെന്റ് GST ആയി അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഈ തുക അടയ്ക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് സ്റ്റേറ്റ് GSTയുടെ കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് വിംഗ് ചാനലിന് നോട്ടീസ് അയക്കുകയായിരുന്നു. തുടർന്ന് പ്രതികരിക്കാതിരുന്നതോടെ സമൻസും നൽകി. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് ഉദ്യോഗസ്ഥരിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയും നോട്ടീസ് അയച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ഭരണം മാറി വി ഡി സതീശൻ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി ചുമതലയേറ്റതോടെ വിഷയം വീണ്ടും സജീവമാവുകയും നടപടികൾ കടുപ്പിക്കാൻ GST ഇന്റലിജൻസിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഭരണം മാറിയതോടെ കുരുക്കുമുറുകുമെന്ന് ഉറപ്പായതോടെ ഈ മാസം 3-ാം തീയതി ചാനലിന്റെ ഉടമയെന്ന് അവകാശപ്പെടുന്ന ആന്റോ അഗസ്റ്റിൻ കാഞ്ഞങ്ങാട് GST ഓഫീസിൽ ഹാജരായി. ഔദ്യോഗികമായ രേഖകളിൽ മെൽവിൻ ജോസ് എന്നയാളാണ് ചാനലിന്റെ ചുമതലക്കാരനെങ്കിലും ഓതറൈസേഷൻ ലെറ്ററുമായാണ് ആന്റോ എത്തിയത്. പണം നൽകിയെങ്കിലും മെസ്സി വരാത്തതിനാൽ സേവനം ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് GST ബാധകമല്ല എന്നുമുള്ള വാദമാണ് ആന്റോ ഉയർത്തിയത്. കൂടാതെ തങ്ങൾ സ്പോൺസർമാർ മാത്രമാണെന്നും സംസ്ഥാന സർക്കാരാണ് ഇതിന് പിന്നിലെന്നും വാദിച്ചെങ്കിലും അതിന് തെളിയിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കാനും സാധിച്ചില്ല. അന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലകും കായിക മന്ത്രി അബ്ദുൾ റഹ്മാനും വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിലും പണമിടപാടുകൾ മുഴുവൻ റിപ്പോർട്ടർ ചാനലിന്റെ അക്കൗണ്ട് വഴിയാണ് നടന്നത്. 12 കോടി രൂപയുടെ GST കുടിശ്ശിക ഈടാക്കാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും GST വകുപ്പിനും അധികാരമുണ്ട്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഇത് സംബന്ധിച്ച ഫയലുകളിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ GST വകുപ്പിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്.